മഹാകവി അക്കിത്തത്തോടൊപ്പം പുതിയ കവിതയിലെ ഏറ്റവും വലിയ വാഗ്ദാനവും ഏറ്റവും വലിയ ശക്തിയുമായ പി രാമചന്ദ്രനുണ്ട്. ഞങ്ങളൊക്കെ പൊന്നാനിക്കാരാണ്. നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാൽ, അതാണഴക്, അതേ സത്യം, അത് ശീലിക്കൽ ധർമ്മവും. ഇങ്ങനെ ഒരു 4 വരി ലോകത്ത് മറ്റൊരു കവിയും എഴുതിയിട്ടുണ്ടാവുകയില്ല. മനുഷ്യരാശിക്ക് അതിജീവിക്കാനുള്ള ഒരേ ഒരു ബലം, ഒരേ ഒരു സത്യം സ്നേഹമാണ് എന്ന് പാടിയ കവിയാണ്. വിഷുവും കാലവിഷുവവും കണിക്കൊന്നയും വിഷുക്കൈനീട്ടവും ഒക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ കാവ്യ സംസ്കാരവും കാർഷിക സംസ്കാരവും അഗാധമായ കുറേ സങ്കല്പങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അങ്ങയുടെ കവിതയും വിഷുവായും വിഷുവിൻ്റെ സംസ്കാരമായും വിശേഷിച്ചും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ എല്ലാ ദാർശനികമായ ധാരകളുമായും അഗാധമായി ബന്ധപ്പെട്ട് കിടക്കുക. എന്താണ് ഈ വിഷു ദിവസത്തിൽ ആ കാവ്യ കലാസംസ്കൃതിയെക്കുറിച്ചും വിഷുവിനെക്കുറിച്ചും തോന്നുന്നത്? ഇപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യമാണ് എൻ്റെ മനസ്സിൽ പ്രകാശിക്കുന്നത്. ഇവിടെ ഭഗവതി ഇരിക്കുന്നുണ്ട്. ഈ ഭഗവതിയുടെ മുമ്പിലാണ് അച്ഛനും അമ്മയും കൊച്ചുകുട്ടിയായിട്ടുള്ള എന്നെ കണ്ണിലിങ്ങനെ വിരലൊക്കെ വെച്ച് കൊണ്ടുവന്നിട്ട് ഇരുത്തി വിഷു ഭഗവതിയുടെ വിഷ്ണു ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് പുറത്തിരുന്നിട്ട് വിഷു കൈനേട്ടം തരുന്നത്, വെറ്റില അടയ്ക്ക രണ്ടെണ്ണയോ എന്തോ സംഗതി വിഷു കൈനേട്ടം തരും. അനുജന്മാരുണ്ടാവും. പിന്നെ അവിടെ വന്നിട്ട് ഞങ്ങൾ പടക്കം പൊട്ടിക്കും, മത്താപ്പ് കെട്ടി, കമ്പിത്തിരി, ഇങ്ങനെ ഒരു വലിയ ഉത്സവമാണ്. സൂര്യൻ ഏറ്റവും അടുത്ത് വരുന്ന അവസ്ഥയാണല്ലോ. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. സത്യേനോത്തഭിതാ ഭൂമി സൂര്യേണോത്തഭിതാ ദ്യൗ. സത്യേന ഉത്തഭിതയായി ഭൂമിക്ക് എന്താ കേമത്വം? ഇത് സത്യത്തിനെ നിലനിർത്തുന്നു, സത്യം കൊണ്ട് പ്രകാശിക്കുന്ന ഒരു ഗോളമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഭൂമി. അതെന്തുപോലെ സൂര്യേണ ഒത്തഭിത ആകാശമുണ്ട്. ഈ ആകാശത്തിന് എന്താ എത്ര കേമത്വം? അതിന് ഈ സൂര്യൻ അവിടെ ഇങ്ങനെ പ്രകാശിക്കണമെന്നുള്ളതല്ല. ആ സൂര്യൻ അവിടെ ഇല്ലെങ്കിൽ ആകാശത്തിന് ഒരു മഹത്വവും ഇല്ല. അതുപോലെ ഈ ഭൂമിയെ ഈ സത്യം പ്രകാശമാനമാക്കിയിരിക്കണു എന്ന് ഇത് എൻ്റെ മനസ്സിൽ കിടന്നിട്ട് എങ്ങനെയാണ് സത്യം ഭൂമിയെ പ്രകാശമാനമാക്കുക? അത് ആരത് കണ്ടുപിടിച്ച്? അത് മനുഷ്യനാണ് എന്നുള്ള അർത്ഥം വേദത്തിൽ ആരും വ്യാഖ്യാനിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നു. അത് കാണുമ്പോൾ ഈ വിഷുവിൽ പടക്കാനുള്ള പൊട്ടിക്കണം. ഈ പടക്കം പൊട്ടിക്കൽ എവിടെ എത്തും എന്ന ഭയം തോന്നി തുടങ്ങിയിരിക്കുന്നു. 13 രാജ്യങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ ആറ്റം ബോംബുണ്ട്. പടക്കം പൊട്ടിക്കുന്ന ഈ അഗ്നി കുട്ടിത്തത്തിൻ്റെ കളിയിൽ നിന്ന് തുടങ്ങി ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ മഹാവിനാശകാരിയായി പടരുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അതീവ ലളിതമായി ജീവിത സത്യത്തെ കാണുന്ന പി രാമചന്ദ്രൻ ഇവിടെ ഉണ്ട്. രാമചന്ദ്രൻ ഈ കവിതയെക്കുറിച്ചും അക്കിത്തത്തെക്കുറിച്ചും വിഷുവിനെക്കുറിച്ചും നമ്മോട് സംസാരിക്കും. ഈ വിഷുപ്പുലരിയിൽ മഹാകവി അക്കിത്തത്തിൻ്റെ കൂടെ കവിതയെക്കുറിച്ചും കാലത്തെക്കുറിച്ചും സംസാരിക്കാൻ സാധിച്ചത് വലിയ ഒരു കൈനീട്ടമായി ഞാൻ കരുതുന്നു. അപ്പം മലയാള കവിത തീർച്ചയായിട്ടും വിഷുവിനെ ഈ നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ കൃഷിയുമൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പിന്തുടർന്നിട്ടുണ്ട്. ഇപ്പോൾ കവിയും കൃഷകനും ഋഷിയും ഒരാളാണ് എന്ന് വൈലോപ്പിള്ളി നിരീക്ഷിക്കുന്നുണ്ട്. ശങ്കരക്കുറുപ്പിനെ കുറിച്ചാണെങ്കിൽ തന്നെയും അവിടെ കർഷകനെ പോലെ തന്നെ ഈ കാലസംക്രമത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് കവി. അപ്പോൾ അങ്ങനെ അല്ലാതിരിക്കാൻ നിവൃത്തിയില്ല. കാലത്തെക്കുറിച്ച് മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും ഗഹനമായ ഒരു ശ്ലോകം അക്കിത്തത്തിൻ്റേതായിട്ടുണ്ട്. നമുക്ക് മഹാകവിയോട് ആ ശ്ലോകം ഒന്ന് ചൊല്ലി കേൾക്കാൻ അഭ്യർത്ഥിക്കുന്നു. കാലം നീല വിശാല ശൂന്യത നിറഞ്ഞേന്തുന്ന രൂപോച്ചലൽ ജാലം. കാലം നീല വിശാല ശൂന്യത നിറഞ്ഞേന്തുന്ന രൂപോച്ചലൽ ജാലം. മാനസദൃഷ്ടിഗോചര പരബ്രഹ്മപ്രഭാമണ്ഡലം. മാനസദൃഷ്ടിഗോചര പരബ്രഹ്മപ്രഭാമണ്ഡലം. ആലോചിക്കിൽ അതൊന്നു മാത്രം അഖില ത്രൈമാന്യ സത്യങ്ങൾ തന്നൂല്. ആലോചിക്കിൽ അതൊന്നു മാത്രം അഖില ത്രൈമാന്യ സത്യങ്ങൾ തന്നൂല്. ആ നൂലിനെ അംഗവസ്ത്രവടിവിൽ ചുറ്റട്ടെ ഞാൻ ജീവനിൽ. ആ നൂലിനെ അംഗവസ്ത്രവടിവിൽ ചുറ്റട്ടെ ഞാൻ ജീവനിൽ. കാലം എന്ന ഈ ഒറ്റ ശ്ലോകത്തിൽ അക്കിത്തം
എത്ര ഗംഭീരമായിട്ടാണ് ഒരു ദർശനത്തെ, ഒരു തുടർച്ചയെ അവതരിപ്പിക്കുന്നത്. അക്കിത്തം വിഷുവിനെക്കുറിച്ച് എഴുതിയ ഒരു കവിതയുണ്ട്, വിഷുത്തലേന്ന്. കൊന്നമരങ്ങളിൽ സ്വർണം വിളയുന്ന പുണ്യകാലങ്ങളിൽ ചൈത്രത്തിൽ മൂളുന്ന പൊന്നൊളിപ്പോക്കുവയിലോളത്തിൽ മുങ്ങിക്കുളിക്കുന്ന പൂമ്പാറ്റേ. കൊന്നമരങ്ങളിൽ സ്വർണം വിളയുന്ന പുണ്യകാലങ്ങളിൽ ചൈത്രത്തിൽ മൂളുന്ന പൊന്നൊളിപ്പോക്കുവയിലോളത്തിൽ മുങ്ങിക്കുളിക്കുന്ന പൂമ്പാറ്റേ. കണ്ടു വിഷുക്കണി എത്ര ഞാൻ, ഓണവുമുണ്ടു പലകുറി, എന്നിട്ടും നിന്നിൽ തുടിക്കുമീ നിഷ്കള നിർവൃതി എന്നിൽ തിളച്ചുമറിഞ്ഞില്ല. കൊന്നയിൽ പൊത്തിപ്പിടിച്ചു കേറുന്ന ഞാൻ നിന്നിലലിഞ്ഞു നിലക്കൊണ്ടു. ആവില്ലൊരിക്കലും ഗാനകലവിയിൽ ആറാടുവാൻ എനിക്കും മട്ടിൽ. പിന്നെ ഞാൻ പൂങ്കുല പൊട്ടിച്ചിറങ്ങി ഈ മണ്ണിൽ ചവിട്ടി നടക്കുമ്പോൾ പെട്ടെന്ന് എന്തിന്നിരുളുന്നു പൊട്ടിക്കരയുവാൻ വെമ്പുന്നു. പെട്ടെന്ന് എന്തിന്നിരുളുന്നു പൊട്ടിക്കരയുവാൻ വെമ്പുന്നു. ഞാൻ അറുത്തിടിന പൂങ്കുല വർഷിക്കും ആനന്ദവായ്പിൻ തിളക്കത്തിൽ. ഉച്ചസ്ഥനർക്കൻ ഉദിക്കുന്നതിൻ മുമ്പ് മച്ചിലൻ വീട്ടിലെ സങ്കൽപ്പം. ഞാൻ അറുത്തിടിന പൂങ്കുല വർഷിക്കും ആനന്ദവായ്പിൻ തിളക്കത്തിൽ. ഉച്ചസ്ഥനർക്കൻ ഉദിക്കുന്നതിൻ മുമ്പ് മച്ചിലൻ വീട്ടിലെ സങ്കൽപ്പം. നാളെ കണി കണ്ടു പൂത്തിരി കത്തിച്ച് നാഗീയ സൗഖ്യം നുണയ്ക്കുമ്പോൾ ഉജ്വലാനന്ദമേ നീ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുകയില്ലത്രേ. നാളെ കണി കണ്ട് പൂത്തിരി കത്തിച്ച് നാഗീയ സൗഖ്യം നുണയ്ക്കുമ്പോൾ ഉജ്വലാനന്ദമേ നീ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുകയില്ലത്രേ. നാളെ കണി കണ്ടു പൂത്തിരി കത്തിച്ചു നാഗീയ സൗഖ്യം നുണയ്ക്കുമ്പോൾ ഉജ്വലാനന്ദമേ നീ പ്രപഞ്ചത്തിലുണ്ടായിരിക്കുകയില്ലത്രേ. നീ പൊരുളിന്നറിവീല അതല്ലി നിൻ നിഷ്കള നിർവൃതിക്കാധാരം. നീ പൊരുളിന്നറിവീല അതല്ലി നിൻ നിഷ്കള നിർവൃതിക്കാധാരം. കൊന്നമലരുമായി വീട്ടിൻ്റെ പൂമുഖത്തൊന്നു മോതാതെ ഞാൻ ലാത്തുന്നു. കൊന്നമലരുമായി വീട്ടിൻ്റെ പൂമുഖത്തൊന്നു മോരാതെ ഞാൻ ലാത്തുന്നു. ആവില്ല നൈമിഷികത്വമേ നിൻ പാട്ടിൽ ആകെ മുങ്ങാൻ എനിക്കെന്നും.